പാഠപുസ്തകം നേരത്തെ എത്തിക്കുന്നതിനെ വിമർശിച്ച രമേശ് ചെന്നിത്തലയ്ക്കെതിരെ മുഖ്യമന്ത്രി പണ്ട് എഴുത്തോലയിൽ എഴുതി പഠിച്ചതുകൊണ്ട് ഇന്ന് എഴുത്തോലയിലേക്ക് പോകണോ എന്ന് ചോദ്യം. UDF കാലത്തെ കെടുകാര്യസ്ഥതയ്ക്ക് നേതൃത്വം കൊടുത്ത ആളാണ് ഇത് പറയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2016 മുൻപുള്ള കാലത്ത് അന്നത്തെ സർക്കാർ ഉന്നതമായ സ്ഥാനം വഹിച്ചയാളാണ്. അദ്ദേഹം ഈ പുസ്തകം വിതരണം ചെയ്യുന്നതിനെ പരിഹസിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, പണ്ട് എഴുത്തോലയിലാണ് എഴുതി പഠിച്ചിരുന്നത്. എന്താണ് അതിനൊക്കെ പറയാൻ? എഴുത്തോലയിൽ എഴുതി പഠിച്ചതുകൊണ്ട് ഇന്ന് എഴുത്തോലയിലേക്ക് പോകണമെന്നാരെങ്കിലും പറയുമോ? ആ എഴുത്തോലയിൽ എഴുതി പഠിക്കുന്ന കാലത്ത് അക്ഷരം നിഷിദ്ധമായിരുന്ന ഒട്ടേറെ ആളുകൾ ഈ കേരളത്തിലുണ്ടായിരുന്നു. അവിടുന്നെല്ലാം നാട് മാറി. ആ കഥയിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല എന്ന് മാത്രം. അവിടുന്നെല്ലാം നമ്മുടെ നാട് മാറിയല്ലോ, മാറ്റിയല്ലോ. ഇന്നെല്ലാ കുട്ടികളും സ്കൂളിൽ പോവുകയാണല്ലോ. പഴയ കാലം അതായിരുന്നില്ലല്ലോ. നമ്മുടെ തൊട്ട് മുൻപുള്ള 10 വർഷം മുൻപുള്ള കെടുകാര്യസ്ഥതയ്ക്ക് നേതൃത്വം കൊടുത്ത ഉത്തരവാദിയായ മനുഷ്യൻ പറയാണ്, പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ലായിരുന്നു. അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്, കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. VS അനു ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അനു, എന്തായാലും രമേശ് ചെന്നിത്തല പറഞ്ഞ ആ പരാമർശം അത് വലിയ തരത്തിൽ വിവാദമാകുന്നു, അതിൽ യാതൊരു സംശയമില്ല. മന്ത്രി വി ശിവൻകുട്ടി ആദ്യമേ മറുപടി നൽകി, ഇപ്പോൾ മുഖ്യമന്ത്രിയും മറുപടി നൽകിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞത് തുഗ്ലക് പരിഷ്കാരം എന്നൊക്കെയാണ് പാഠപുസ്തകം നേരത്തെ കൊടുക്കുന്നതിൽ പറഞ്ഞത്. എന്തായാലും കൃത്യമായിട്ടുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? പാഠപുസ്തകങ്ങൾ നേരിട്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രിയായ രമേശ് ചെന്നിത്തലയുടെ പരാമർശത്തിന് വലിയ വിമർശനമാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉയർത്തിയത്. മുഖ്യമന്ത്രിയും ഇന്ന് പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളും യൂണിഫോം വിതരണം ചെയ്യുന്ന ചടങ്ങിലാണ് മന്ത്രി വി ശിവൻകുട്ടിക്ക് പിന്നാലെ മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വളരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. പണ്ട് ഈ പറയുന്ന എഴുത്തുലയിലാണ് എഴുതിയത് കൊണ്ട് വീണ്ടും അങ്ങോട്ട് പോകണോ, അങ്ങനെയുള്ളവരെ എന്ത് പറയണം എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. മാത്രമല്ല, 2016 മുമ്പ് കേരളത്തിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് 1000-ഓളം വിദ്യാലയങ്ങൾ പൂട്ടാൻ തീരുമാനിച്ച, ഏകദേശം 5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞുപോയ ഒരു കാലം. അതിന്റെ ഉത്തരവാദികൾ UDF സർക്കാരും അന്നത്തെ ആളുകളുമായിരുന്നു. അവരാണ് ഇപ്പോൾ ഇത് പറയുന്നത് എന്നുള്ള അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി ഇന്ന് ഈ പറയുന്ന ഔദ്യോഗിക ചടങ്ങിൽ വിമർശനമായി ഉന്നയിച്ചത്.